മുതലക്കണ്ണീരൊഴുക്കുന്നവർ, ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി വാദിക്കുന്നവർ, തിരിച്ച് ഞാൻ മാധുവിനോട് ചോദിക്കും, ഇവർ എന്ത് സഹായമാണ് മാധു ഈ കന്യാസ്ത്രീയുടെ മോചനത്തിന് വേണ്ടി അവർ ചെയ്തത്? ഞാൻ അങ്ങയോട് അഞ്ചാമത്തെ തവണയും ചോദിക്കുന്നു. ഛത്തീസ്ഗഡിലെ കോടതികൾ കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ കണ്ടാണോ വിധി പറയുക, അതോ ആ കേസിന്റെ മെറിറ്റും അവിടെ ഉയരുന്ന വാദങ്ങളും പരിഗണിച്ചാണോ വിധി പറയുക? ഞാൻ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ കാരാഗൃഹത്തിൽപ്പെട്ടതും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതും പിന്നീട് ജാമ്യം കിട്ടിയതുമായ വിഷയമാണ് ഈ ചർച്ചയ്ക്ക് വിഷയമായി എടുത്തത്, അങ്ങേ ക്ഷണിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കോടതി കേരളത്തിലെ ഒരു മാധ്യമം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മുന്നിൽ വന്ന നീതിയും നിയമവും പരിഗണിക്കാതെ ഞാൻ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസിലെ തന്നെ ജേർണലിസ്റ്റായ അഭിലാഷ് മോഹനൻ ഉൾപ്പെടെ പല വിധികളിൽ ഈ പറയുന്ന കന്യാസ്ത്രീമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്ന ചില കാര്യങ്ങളിൽ കോടതി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങാണ് കേരളത്തിലെ ന്യായാധിപരടക്കം കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പരാമർശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് പരാമർശിക്കുകയോ സമ്മർദ്ദത്തിൽ പെടുകയോ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങേക്കോ അങ്ങയുടെ പാർട്ടിക്കോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങ് പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിലാണ് 3 ദിവസം മുമ്പ് സന്യാസിനിമാർ പുറത്തേക്ക് വരാതിരുന്നത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വിധി പറയുന്നതാണോ അവിടുത്തെ നിയമ സംവിധാനം എന്നാണ്. അപ്പോൾ അങ്ങ് പറയുന്നു കേരളത്തിൽ ഇങ്ങനെയല്ലേ എന്ന്. കേരളത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെയാണോ? അവിടെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ നിയമം ഉറപ്പുവരുത്തുന്നവരാണ് എന്നല്ലേ നിങ്ങളുടെ പക്ഷം. രാഷ്ട്രീയ നാടകം ഉണ്ടായിരുന്നില്ലെങ്കിൽ 3 ദിവസം മുൻപ് തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമായിരുന്നു എന്നാണ് ഇന്നിപ്പോ BJP സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിലെത്തി പറഞ്ഞത്. എന്താണ് കന്യാസ്ത്രീകളുടെ മോചനത്തിന് വിഘാതമായി നിന്ന ആ രാഷ്ട്രീയ നാടകം? മാധു, സമാനമായ സംഭവങ്ങൾ ഇതേ സംസ്ഥാനത്ത് 1922 ഉണ്ടായപ്പോൾ മാസങ്ങളോളം പ്രതികൾ എന്നാരോപിക്കപ്പെടുന്നവർ ജയിലിൽ കിടക്കുകയും അവർ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി അവർ കോൺഗ്രസ് ഭരണകാലത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തവണ ഈ വിഷയത്തിൽ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ മാധ്യമപ്രവർത്തനങ്ങളിലോ പെട്ട ഏതെങ്കിലും ഒരു കക്ഷി നിയമപരമായോ സാങ്കേതികമായോ ഇവരുടെ മോചനത്തിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയതായിട്ട് നമ്മുടെ അറിവിലില്ല. മാത്രമല്ല, ഇവർ ബെയിൽ പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അതുവരെ അനങ്ങാതിരുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് ചെയ്തത് നമ്മൾ കണ്ടു. അവർ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് വലിയ നാടകങ്ങൾ, വളരെ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഇത്തരം പ്രകോപനങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇത്തരം വാർത്തകളും സംഭവങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ്. ആ തരത്തിൽ നാടകം നടക്കുക, പ്രകോപിപ്പിക്കുക, ആത്മാർത്ഥമായിട്ട് ഇവരെ വീണ്ടും കൂടുതൽ കാലം ജയിലിൽ കിടക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യമുണ്ടാക്കുക. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കക്ഷി ഈ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റാരോപിതരായ ഈ കന്യാസ്ത്രീകളെയും അതിന് ബന്ധപ്പെട്ടവരെയും സഹായിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു വക്കീലിനെയോ ഒരു നിയമജ്ഞനെയോ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തില്ലെന്ന് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് പ്രകോപനം സൃഷ്ടിക്കാനും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനും ജഡ്ജിമാരെയും വക്കീലന്മാരെയും സമ്മർദ്ദത്തിലാക്കാനുമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എന്നിട്ടും ഇന്ന് നമ്മൾ ഒരു കാര്യം അറിയാം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മാതൃഭൂമി തന്നെ സംപ്രേഷണം ചെയ്തു. ഇതിന് ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ, ബന്ധപ്പെട്ട ഇന്നലെ വരെ ഞങ്ങളെ വിമർശിച്ചിരുന്ന മതമേലധ്യക്ഷന്മാർ, ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് അവരാരാണ് അവരെ സഹായിച്ചത്, ആരുടെ ഭാഗത്താണ് അവർക്ക് സഹായം കിട്ടിയെന്ന കാര്യങ്ങൾ പറഞ്ഞു. മാത്രവുമല്ല, അത് പറയുന്നവരെ കേരളത്തിൽ എങ്ങനെയാണ് നേരിടുക എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബിന്ദുവിൻ്റെ പ്രസ്താവനയും അറിയാം. സത്യം പറഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഏത് തരത്തിലാണ് മതമേലധ്യക്ഷന്മാരെയും മെത്രാന്മാരെയും ഒക്കെ ഞങ്ങൾ വേട്ടയാടുക, ഞങ്ങളുടെ ഇംഗിതത്തിന് നിന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ബിന്ദു ഇന്ന് നമ്മുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ഇന്ന് ആൻഡ്രൂസ് താഴത്തിനെ വളരെ അപഹാസ്യമായ രൂപത്തിൽ ഭീഷണിപ്പെടുത്താനും ഒക്കെ ചെയ്തതിന്റെ അർത്ഥം. അതൊക്കെ തന്നെ കാണിക്കുന്നത് ആത്മാർത്ഥയുടെ സമീപനമായിരുന്നില്ല കേരളത്തിലെ ഇടതു മുന്നിലുണ്ടായത്. ശരി, ശ്രീ ടി പി ചന്ദ്രമാസ്റ്റർ, അതായത് ആദ്യ സമയത്ത് ഈ വിചാരണ കോടതി
ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാട് ജാമ്യം കൊടുക്കരുത് എന്നാണ്. അന്ന് അനിൽ ആന്റണി ഇവിടെ നിന്ന് പോവുകയും കോടതിയുടെ മുന്നിൽ നിന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പ്രോസിക്യൂഷൻ എതിർത്തു. അങ്ങനെയാണ് ആ ജാമ്യ നിഷേധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങ് ആ ചോദ്യം കേൾക്കാഞ്ഞിട്ടല്ല, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ നാടകം ഉണ്ടായതിന്റെ പേരിലാണ് 3 ദിവസം മുൻപ് ജയിൽ മോചനം സാധ്യമാകാതിരുന്നത് എന്നാണ്. കോടതിക്ക് മുന്നിൽ ആരെങ്കിലും പ്രകോപനപരമായ പെരുമാറ്റം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയാൽ തന്നെ അത് കോടതിയെ ബാധിക്കുമോ? അത് നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ വില കുറച്ച് കാണലിന് തുല്യമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഒരു ആഘോഷ പ്രകടനത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇനി എന്തു തന്നെ സംഭവിച്ചാലും അവിടെ നടന്ന രാഷ്ട്രീയ നാടകം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ മാധു? ഇല്ല, പറഞ്ഞില്ല. കേരളത്തിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവർ, ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി വാദിക്കുന്നവർ, തിരിച്ച് ഞാൻ മാധുവിനോട് ചോദിക്കും, ഇവർ എന്ത് സഹായമാണ് മാധു ഈ കന്യാസ്ത്രീയുടെ മോചനത്തിന് വേണ്ടി അവർ ചെയ്തത്? ശരി, ഒരു സഹായം ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ മോചനത്തിന് വിഘാതമായി പ്രവർത്തിച്ച രാഷ്ട്രീയ നാടകം എന്താണ്? ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? 4 ദിവസം മുമ്പ് കോടതിയുടെ മുമ്പിൽ ജാമ്യ ഹർജി പരിചയിക്കും തൊട്ട് മുമ്പ് അവിടെ വലിയ രാഷ്ട്രീയ പ്രകോപനം ഉണ്ടാക്കി. MP-മാരും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ ശക്തിയില്ലാത്തവർ, അവിടുത്തെ 35 MLA-മാരുണ്ടായിട്ട് ഒരു MLA-യുടെ പിന്തുണ പോലും ഇല്ലാതെ സമരത്തിന് അവർ ഇറങ്ങാത്ത പ്രദേശത്തുള്ളവർ, സഹായിക്കാത്തവർ, ഇതിന് ഗവൺമെന്റിനൊപ്പം നിന്നവർ, എന്തിന് അവിടുത്തെ KPCC-യുടെ അധ്യക്ഷന്റെ പ്രസ്താവന പോലും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയത്? ഈ നിയമം അവിടെയുള്ള ആളുകളുടെ പ്രതികരണമല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ രാഷ്ട്രീയ നാടകം എന്താണ്, അത് ആരു നടത്തി എന്നാണ്. 3 തവണയിൽ കൂടുതലൊക്കെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമല്ലേ മാധു? ഞാൻ പറഞ്ഞില്ലേ, ജയിലിന്റെ മുമ്പിൽ വന്ന് അവിടുത്തെ മാധ്യമങ്ങളെയും അവിടുത്തെ മറ്റുള്ളവരെയും ജഡ്ജിമാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അവർ പ്രകോപനം ഉണ്ടാക്കി, രാഷ്ട്രീയ നാടകം കളിച്ചു. അവരുടെ സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ തരം നാടകങ്ങൾ ഇതൊക്കെ മീഡിയയിൽ വരികയും ഇതൊക്കെ ബന്ധപ്പെട്ട കക്ഷികൾ വരികയും ചെയ്യില്ലേ? ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് പോയ കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും MP-മാരാണോ? കേരളത്തിൽ നിന്നും പോയ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MP-മാരും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലേ? ശരി, ഓക്കെ. ശരി, അല്ല, എനിക്ക് സംശയമുണ്ടോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. അങ്ങേക്ക് സംശയം ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ അവരാണ് ഈ രാഷ്ട്രീയ നാടകം നടത്തിയത്. അതിന്റെ പേരിലാണ് ഈ 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം മുൻപ് പുറത്തിറങ്ങേണ്ടിയിരുന്ന സന്യാസിനിമാർ അവിടെ ജയിലിൽ തുടർന്നത് എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ അങ്ങേക്ക് ഛത്തീസ്ഗഡിലെ കോടതികൾ മുന്നോട്ട് പോകുന്ന രീതിയെക്കുറിച്ച് തീർത്ത അവമതിപ്പാണോ ഉള്ളത്? കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരം നാടകങ്ങളോ പരിഗണിച്ചാണോ കോടതികൾ വിധി പറയുക? മുന്നിൽ വരുന്ന തെളിവുകളോ കേസിന്റെ മെറിറ്റോ പരിഗണിക്കാതെ? അത് മാധുവിന്റെ വ്യാഖ്യാനം. ഇന്നലെ വരെ കേരളത്തിലെ മീഡിയകൾ ഈ രീതിയിലായിരുന്നില്ലല്ലോ മാധു. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാനായില്ലല്ലോ. പക്ഷേ അതല്ല, ഒരു കോടതി വിധി പറയുന്നത് കോടതിക്ക് മുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണോ, കോടതിക്കുള്ളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേട്ടാണോ? അങ്ങനെയല്ലേ ഛത്തീസ്ഗഡിൽ? ഇതെന്താ മറ്റെന്തെങ്കിലും റിപ്പബ്ലിക്കാണോ? സാധാരണഗതിയിൽ നിയമവ്യവസ്ഥിതി പ്രവർത്തിക്കേണ്ടത് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. മാധു, വളരെ കൃത്യമായിട്ട് നമ്മുടെ നിരവധി ഉദാഹരണങ്ങളില്ലേ? നോക്കൂ, ഈ ചർച്ച ചെയ്യുന്ന ആങ്കർമാരുടെ താല്പര്യം പോലും എന്താണ്? കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ, അവിടെ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയാൻ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ശക്തമായ നിലപാടെടുത്തു എന്ന് പച്ചക്കള്ളം പറയുകയും, കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ പുറത്തു വന്ന് വളരെ മൃദുവായ സമീപനമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ച എന്തായിരുന്നു? മാധു, വളരെ കൃത്യമായിട്ട് ഞാൻ പറയും, മാധ്യമങ്ങൾക്ക് കേരളത്തിൽ പ്രത്യേക താല്പര്യം. മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്, കോടതി എന്ത് ചെയ്യുന്നു എന്നാണ്. മറ്റു കാര്യം മാധ്യമങ്ങളുടെ കാര്യം, ആങ്കർമാരുടെ രീതി എന്നൊക്കെ പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കിയാൽ ആ ചോദ്യം അവിടെ ഇല്ലാതാവുകയില്ല. ഞാൻ അങ്ങയോട് 5ാമത്തെ തവണയും ചോദിക്കുന്നു. അല്ല, ശ്രീ ടി പി ചന്ദ്ര മാസ്റ്റർ, ഛത്തീസ്ഗഡിലെ കോടതികൾ കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ കണ്ടാണോ വിധി പറയുക, അതോ ആ കേസിന്റെ മെറിറ്റും അവിടെ ഉയരുന്ന വാദങ്ങളും പരിഗണിച്ചാണോ വിധി പറയുക?
സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാലോ, കേരളത്തിൽ നടക്കുന്ന പല വിധികളിലും പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചും അതിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചും ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളെക്കുറിച്ചും ഒക്കെ കേരളത്തിലെ ജഡ്ജിമാർ പരാമർശിച്ച ചരിത്രമില്ലേ? പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ ഒരു കോടതിയും വിധി പറയുക എന്ന് എനിക്ക് അറിവുള്ളതാണ്. ഛത്തീസ്ഗഡിലെ കോടതിയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ വരുന്നതിനാൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വിരുദ്ധമായി അങ്ങ് പറഞ്ഞതിനാലാണ് ഞാൻ ആ കാര്യം എടുത്തു ചോദിക്കുന്നത്. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ഛത്തീസ്ഗഡിലെ കോടതിയുടെ മുന്നിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണോ കോടതി വിധി പറഞ്ഞത്, അതോ അതിനുള്ളിൽ വന്ന കേസിലെ മെറിറ്റും അതിലെ വാദങ്ങളും കണ്ടാണോ? മാധു, കേരളത്തിലെ ജഡ്ജിമാർ, കേരളത്തിലെ ജഡ്ജിമാരല്ല, ഛത്തീസ്ഗഡിലെ കേരളത്തിലെ ജഡ്ജിമാരല്ല, ഈ കേസിന്റെ പശ്ചാത്തലം, ഈ കേസുമായി ഉയർന്ന കാര്യങ്ങൾ, ഈ കേസിൽ ജാമ്യം നിഷേധിച്ചത്, ഈ കേസിൽ ജാമ്യം നിഷേധിച്ചത് ഈ കേസിലെ ജാമ്യം നിഷേധിക്കാനുള്ള കാരണം ഛത്തീസ്ഗഡിലെ കോടതിക്ക് മുന്നിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് എന്ന് അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഇവിടെ നിന്ന് പോയ എംപിമാർ അവിടെ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിലാണ് എന്ന്. ഞാൻ വീണ്ടും ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ അങ്ങയോട് ചോദിക്കുന്നു, ഛത്തീസ്ഗഡിലെ കോടതികൾ, BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ കോടതികൾ, കോടതിക്കുള്ളിൽ വരുന്ന കേസും അതിന്റെ മെറിറ്റും അതിന്റെ വാദങ്ങളും കേട്ടാണോ, കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണ്ടാണോ വിധി പറയുക? മാധു ചോദിച്ച ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. മറുപടി ഇല്ലെങ്കിൽ കേരളത്തിലെ ചില കേസുകളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മെറിറ്റ് നോക്കി പറയുന്ന ജഡ്ജിമാർ പരാമർശിക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ്? ഒരു കേസിൽ പരാമർശം നടത്തുന്നത് കൃത്യമാണ്. ഇതിപ്പോ മാതൃഭൂമി ന്യൂസിലെ അതെങ്ങനെയാ ശരിയാവാ? അവിടെ നടക്കുന്ന വാദങ്ങൾ, പുറത്തു നടക്കുന്ന ബഹളങ്ങൾ, ബഹുജന വികാരങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മതി. പക്ഷെ അവരെ സ്വാധീനിക്കുകയല്ല, അത് അല്പം അവർ നീട്ടിക്കൊണ്ടു പോകുന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ ന്യായവിരുദ്ധവും നീതിവിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. പുറത്ത് എന്തൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ നടന്നാലും മുന്നിൽ വരുന്ന കേസിന്റെ നീതിയും ന്യായവും ന്യായയുക്തമാണോ നീതിയുക്തമാണോ എന്ന് നോക്കിയാണ് കോടതികൾ വിധി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമവും അനുശാസിക്കുന്നത്. അങ്ങും അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പറയുകയാണ് രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണ് കോടതി വിധി പറഞ്ഞത് എന്ന്. അത് എന്ത് റിപ്പബ്ലിക്കാണ്? അത് ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ വരുന്ന വ്യവസ്ഥിതിയെ അല്ലേ? മാധു, എവിടെയാണ് അത് കണ്ടാണ് വിധി പറഞ്ഞത് എന്ന് പറഞ്ഞത്? എന്നങ്ങ് പറഞ്ഞു. ഞാൻ ചോദിച്ചു 3 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വരേണ്ടതായിരുന്നു കന്യാസ്ത്രീമാർ. അത് രാഷ്ട്രീയ അല്ലല്ല, ഞാൻ കൃത്യമായി പറയാൻ തയ്യാറാണ് ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ. 3 ദിവസം മുൻപ് കാരാഗൃഹത്തിന് പുറത്തു വരേണ്ടവരായിരുന്നു കന്യാസ്ത്രീകൾ. ചില രാഷ്ട്രീയ നാടകങ്ങൾ കാരണമാണ് അതുണ്ടാകാതെ പോയത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? എന്തു രാഷ്ട്രീയ നാടകം ആര് നടത്തിയെന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു. അങ്ങ് പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയ എംപിമാർ, CPM-ന്റെയും കോൺഗ്രസിന്റെയും എംപിമാർ വളരെ പ്രകോപനപരമായി അവിടുത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ജഡ്ജിമാരെയും അഭിഭാഷകരെയും സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ നടത്തി, അതുകൊണ്ടായിരിക്കാം എന്നങ്ങ് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ സമ്മർദ്ദത്തിൽപ്പെടുന്ന, അതിന്റെ പേരിൽ വിധി എഴുതുന്ന സംവിധാനമാണോ അവിടെ നീതി നിയമ വ്യവസ്ഥയുടെ കീഴിലുള്ളത് എന്ന്. ഞാൻ അതിന് തിരിച്ച് ഞങ്ങളോട് ചോദിച്ചു, കേരളത്തിലെ ജഡ്ജിമാർ കേരളത്തിലെ കേസ് പരിഗണിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന ചർച്ചകളും മാധ്യമ വാർത്തകളും ഏത് സാഹചര്യത്തിലാണ് പരാമർശിക്കുന്നത് എന്ന് മാധു വിശദീകരിക്കാത്തത് എന്താ? ഞാൻ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ കാരാഗൃഹത്തിൽപ്പെട്ടതും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതും പിന്നീട് ജാമ്യം കിട്ടിയതുമായ വിഷയമാണ് ഈ ചർച്ചയ്ക്ക് വിഷയമായി എടുത്തത്, അങ്ങയെ ക്ഷണിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കോടതി കേരളത്തിലെ ഒരു മാധ്യമം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മുന്നിൽ വന്ന നീതിയും നിയമവും പരിഗണിക്കാതെ ഞാൻ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസിലെ തന്നെ ജേർണലിസ്റ്റായ അഭിലാഷ് മോഹനൻ ഉൾപ്പെടെ പല വിധികളിൽ ഈ പറയുന്ന കന്യാസ്ത്രീമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്ന ചില കാര്യങ്ങളിൽ കോടതി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങാണ് പറഞ്ഞത്. അങ്ങാണ് കേരളത്തിലെ ന്യായാധിപരടക്കം കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പരാമർശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് പരാമർശിക്കുകയോ സമ്മർദ്ദത്തിൽ പെടുകയോ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങേക്കോ അങ്ങയുടെ പാർട്ടിക്കോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങ് പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിലാണ് 3 ദിവസം മുമ്പ് സന്യാസിനിമാർ പുറത്തേക്ക് വരാതിരുന്നത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വിധി പറയുന്നതാണോ അവിടുത്തെ നിയമ സംവിധാനം എന്നാണ്. അപ്പോൾ അങ്ങ് പറയുന്നു കേരളത്തിൽ ഇങ്ങനെയല്ലേ എന്ന്. കേരളത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെയാണോ? അവിടെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ നിയമം ഉറപ്പുവരുത്തുന്നവരാണ് എന്നല്ലേ നിങ്ങളുടെ പക്ഷം?
മാധുവിനെ പോലൊരു മാധ്യമ പ്രവർത്തകൻ ഞാൻ പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സർക്കാർ പറയുന്നത് അനുസരിച്ചാണ് കോടതി പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസം എനിക്കേതായാലും ഇല്ല. മാധുവിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഛത്തീസ്ഗഡിലെ സർക്കാർ പറയുന്നത് പോലെയാണ് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് കോടതികൾ പ്രവർത്തിക്കുക എന്ന വിശ്വാസം. അല്ല, നിങ്ങൾ എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് എല്ലാ തലത്തിലും എല്ലായിടത്തും മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളും ഇതൊക്കെ വക്കീലന്മാർ പരാമർശിക്കാറുണ്ട്. ഛത്തീസ്ഗഡിൽ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ 2-3 ദിവസം കിട്ടേണ്ടിയിരുന്ന നീതി വൈകിപ്പിക്കാൻ ആത്മാർത്ഥതയില്ലാത്ത, ഇത് കുളങ്കലക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MP-മാരുടെ രാഷ്ട്രീയ നാടകം ഇടയാക്കി അവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നില്ല. പകരം നിരന്തരമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇല്ലാ കഥകളും എന്താ പറയുക ആഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് ഇതിനെ വഴിതിരിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെയൊക്കെ അസുഖം എന്താണ് എന്ന് ആ വാർത്തകൾ വ്യക്തമാക്കുന്നു. മാധു, ശരി, ഞാൻ അങ്ങയോട് ആവർത്തിച്ചു ചോദിച്ചതും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷനും അങ്ങും പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന കോടതി വാദം കേൾക്കുമ്പോൾ അതിന് പുറത്തു നടന്ന പ്രതിഷേധങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതി വെച്ചത് വായിക്കുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞ അതേ വാക്കുകൾ, ജഡ്ജിമാരെയും അഭിഭാഷകരെയും സമ്മർദ്ദത്തിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടാതിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ്. അല്ല, അങ്ങനെ വൈകാൻ പാടുണ്ടോ? അങ്ങനെ ഒരു പ്രതിഷേധം കോടതിക്ക് പുറത്ത് നടന്നാൽ ജാമ്യം വൈകിപ്പിക്കുക എന്ന തീരുമാനം കോടതിക്ക് എടുക്കാൻ പറ്റുമോ എന്നാണോ അങ്ങ് പറയുന്നത്? വൈകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അത് അങ്ങനെ നിങ്ങൾ പറയുന്ന നിയമത്തിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ആർക്കുണ്ട്? എന്നിട്ട് സംസ്ഥാന സർക്കാർ ആ നിലപാടെടുത്തോ? ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? കോടതി ചെയ്തത് എന്ന് ചോദിച്ചോ? മാധു അവിടെ അത് അവർക്ക് നീണ്ടുപോയി എന്നും കിട്ടിയില്ല എന്നും ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അങ്ങല്ലേ പറഞ്ഞത്, അങ്ങാണ് പറഞ്ഞത്, അങ്ങയുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത്. അങ്ങും അങ്ങയുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമാണ് പറഞ്ഞത് ഇത് നീണ്ടുപോകാൻ കാരണം അവിടെ നടന്ന പ്രതിഷേധങ്ങൾ എന്നാണ്. അല്ല, അങ്ങനെ സമ്മർദ്ദത്തിലാകാൻ പാടില്ലാത്തതാണ് നിയമവ്യവസ്ഥിതി. അങ്ങനെ നിയമവ്യവസ്ഥിതി സമ്മർദ്ദത്തിലായതിന്റെ പേരിലുണ്ടായ വിധിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയിൽ നമുക്ക് വിശ്വാസവും ബഹുമാനവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല നമ്മുടെ ജനാധിപത്യവും നമ്മുടെ നിയമവ്യവസ്ഥയും ഒരു വ്യാഖ്യാനവുമല്ല. കോടതിക്ക് പുറത്ത് നടക്കുന്നത് എന്തു തന്നെയാണെങ്കിലും, എന്ത് കലാപമാണെങ്കിലും, എന്ത് പ്രതിഷേധമാണെങ്കിലും കോടതികൾ അതിനെ സമ്മർദ്ദപ്പെടുത്താൻ പാടില്ല. അത് വ്യാഖ്യാനമല്ല, അത് നീതിയിലും നിയമത്തിലുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസമാണ്. കോടതിക്ക് പുറത്ത് തെരുവ് തന്നെ കത്തിയെരിയുകയാണ് എന്നിരുന്നാൽ പോലും നീതിയും നിയമവും അനുസരിച്ചാണ് വിധി പറയുക എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും അടിത്തട്ടിലുള്ള വിശ്വാസമാണ്. ഒരിക്കലും പാടില്ലാത്ത ഒരു പരാമർശമാണ് അങ്ങും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷനും നടത്തിയത് എന്ന് മാത്രം പറയുന്നു. അതിനുവേണ്ടി ഞാൻ ഈ ചർച്ചയുടെ 18 മിനിറ്റാണ് ചെലവഴിച്ചത്. അങ്ങും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന് പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ മാത്രമാണ് ഈ ജാമ്യം വൈകിയത് എന്നാണെങ്കിൽ, അങ്ങനെ സമ്മർദ്ദപ്പെടാൻ കഴിയുന്ന നിയമവ്യവസ്ഥിതി ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്ന് പറയാൻ 28 മിനിറ്റാണ് ഞാൻ 18 മിനിറ്റാണ് ഞാൻ ഈ ചർച്ചയുടെ ചെലവാക്കിയത് എന്ന് ഞാൻ പ്രേക്ഷകരെ കൂടി ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനം ഇനി പ്രോസിക്യൂഷൻ ആ ജാമ്യത്തെ എതിർക്കില്ല, അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരും എന്ന് BJPയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നിന്ന് പോയ MP-മാർക്ക് ഉറപ്പ് നൽകുകയാണ്. അതിന് പിന്നാലെ ജാമ്യം കിട്ടുകയാണ്. ഈ കേസും നിയമവ്യവസ്ഥിതിക്കും പുറത്ത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുകയാണ് എന്ന് മുമ്പാകെ വന്ന ആരാണ് പറഞ്ഞത്? ആഭ്യന്തരമന്ത്രിയാണോ പ്രതിപക്ഷത്തിന് MP-മാരാണോ? പ്രതിപക്ഷത്തെ MP-മാരാണ്. ആ ദിവസം ആ കാര്യം പറയുകയുണ്ടായി. BJPയുടെ ഒരു പാനലിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങ് ചർച്ചയിൽ പങ്കെടുത്തു എനിക്കറിയില്ല. മാതൃഭൂമി ന്യൂസിൽ അന്നത്തെ ദിവസം ചർച്ചയുണ്ടായിരുന്നു. പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രേമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞില്ലേ? പ്രേമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞില്ലേ? അത് അങ്ങനെ ആഭ്യന്തരമന്ത്രിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയുമോ? നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ഇതിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം വിളിച്ചു വരുത്തി അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു എന്നതാണ്. അത് കന്യാസ്ത്രീമാർക്ക് നിയമസഹായം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നതടക്കമാണ് BJPയുടെ പാനലിസ്റ്റുകൾ അന്ന് പറഞ്ഞത്. കേരളത്തിലെ ഏത് പ്രേക്ഷകനും കൃത്യമായ ചർച്ച എടുത്തു നോക്കാവുന്നതാണ്, അങ്ങേക്കും എടുത്തു നോക്കാവുന്നതാണ്. അന്ന് വന്ന പാനലിസ്റ്റ് എന്തായാലും ആഭ്യന്തരമന്ത്രി ആ കാര്യം പറഞ്ഞില്ല എന്ന് നിഷേധിച്ചില്ല. അല്ല, തൊട്ടടുത്താണോ അപ്പുറത്താണോ എന്നുള്ളതല്ല. BJPയുടെ പാനലിസ്റ്റുകൾ എല്ലാവരും പറഞ്ഞു ഉത്തരം
കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിങ്ങളോട് ഇത്തരം ഒരു വാർത്ത പറഞ്ഞുവോ? ശരി. കേന്ദ്രത്തിലെ ഏതെങ്കിലും MP വന്ന് പറയുന്നത് ഓൺ ചെയ്യാൻ BJPക്ക് സാധ്യമല്ല, സർക്കാരിന് സാധ്യമല്ല. എല്ലാ പാനലിസ്റ്റുകളും എന്ന് പറയരുത്, എല്ലാ പാനലിസ്റ്റുകളും എന്ന് പറയുന്നത് ആ ദിവസം മാതൃഭൂമി ന്യൂസിൽ വന്ന പാനലിസ്റ്റ് എന്തായാലും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇനി NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ പറഞ്ഞത് കളവാണോ എന്ന് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യാം.